പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ വചനങ്ങളൊന്ന് ശ്രദ്ധിച്ച മക്കളെ. ഹെബ്രായർ 4:16. അതിനാൽ ഏറ്റു പറഞ്ഞേ, അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഇതൊരു ഭയങ്കര മുദ്രവചനമാണ്. ഒന്നിനേറ്റ് പറഞ്ഞ്, അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. കൃപാവരത്തിന്റെ സിംഹാസനമാണ്. സിംഹാസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരിപ്പിടം. കൃപാവരത്തിൻ്റെ സിംഹാസനം എന്താണ്? കൃപാസനമാണ്. കൃപാസനത്തിൽ നമുക്ക് എന്താ ലഭിക്കണത്? കൃപാസനം ആരാ? കൃപാസനം എന്ന് പറയുന്നത് ബേസിക്കായിട്ട് ആരാ? അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടത് 4:15. ഹെബ്രായർ 4:15. നമ്മുടെ ബലഹീനതയിൽ ഏറ്റു പറഞ്ഞേ, നമ്മോടൊത്ത് സഖ്യത്തപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതൻ അല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. ആരാണ്? ഈശോ. ഈശോയാണ് കൃപാസനം. ഈശോയിൽ നിന്നാണ് നമുക്ക് വേണ്ട സമയത്ത് കരുണ ലഭിക്കുന്നത്. ഈശോയിൽ നിന്ന് ലഭിക്കുന്ന കരുണയാണ്. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിലാണ് ആ കരുണ നമുക്ക് ലഭിക്കുന്നത്. കാര്യം എന്താണ്? അമ്മയും വാഗ്ദാന പേടകമാണ്. ഈശോനെ ഉള്ളിൽ ഒതുക്കിയ വാഗ്ദാന പേടകമാണ് അമ്മ. വാഗ്ദാന പേടകത്തിൻ്റെ മുകളിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം, കൃപാസന സ്ഥാനം, ഈശോൻ്റെ സ്ഥാനം. അപ്പം സമ്പൂർണ്ണ കൃപ നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഓൺലൈൻ ഉടമ്പടിക്ക് ദൈവത്തിൻ്റെ സ്ഥിരീകരണമായില്ലേ? ഇപ്പം ചിലർ ഓൺലൈൻ ഉടമ്പടി ചെയ്തപ്പോൾ എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചത്, നമ്മുടെ തീർത്ഥാടന ഉടമ്പടി പോലെ ഓൺലൈൻ ഉടമ്പടി പവർഫുൾ ആകുമോ അച്ഛാന്നാണ് ചോദിച്ചത്. ഞാനതിന് മറുപടി പറഞ്ഞില്ല. കാര്യം എന്താണ്? ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ കർത്താവ് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണത്. അതിനെ അസൈൻ ചെയ്യുന്ന ചുമതല ആർക്കുള്ളതാണ്? അത് നമ്മുടേതല്ല. ഞാനിങ്ങനെ ഏകപക്ഷീയമായിട്ട് അതുപോലെ തന്നെയാണ് ഇതും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറയേണ്ടത് അമ്മയാണ്, അല്ലെങ്കിൽ ഈശോയാണ് അമ്മയെ കൊണ്ട് പറയിപ്പിക്കേണ്ടത്. ഇപ്പോഴേറ്റവും വലിയ സാക്ഷ്യം ലഭിച്ചിരിക്കുകയാണ്. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആർക്കാണ് ദൈവകരുണ ലഭിക്കുന്നത്? കൃപാസനത്തിൽ നിന്ന് വേണ്ട സമയത്ത് കരുണ ലഭിക്കുമെന്ന് ഹെബ്രായർ 4 നമ്മൾ 16 വായിച്ചു. പക്ഷെ ആർക്കാണ് കൃപ ലഭിക്കണത്? വേണ്ട സമയത്ത് കൃപാസനത്തിൽ ദൈവകരുണ ലഭിക്കുമെന്ന് നമ്മൾ ഹെബ്രായർ 4:16 വായിച്ചു. പക്ഷെ ആർക്കാണ് കൃപ ലഭിക്കണമെന്ന് അമ്മ പറയുന്നുണ്ട്. ആർക്കാണ് കൃപ ലഭിക്കുന്നത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:50. അവിടുത്തെ ഭക്തരുടെ മേൽ, പ്രൈസ് ദി ലോർഡ്, ഏറ്റു പറഞ്ഞേ, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ പരിശുദ്ധ അമ്മ എന്താണ് വെളിപ്പെടുത്തിയത്?
നിങ്ങൾക്കറിയാം, ഇപ്പോൾ എലിസബത്തിനോട് പറഞ്ഞതിന് ശേഷമുള്ള സ്വസ്ത്രഗീതങ്ങളാണ് ഈ സംഭവം മുഴുവനും. സ്വസ്ത്രഗീതം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം വിശുദ്ധ ലൂക്ക പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. സ്വസ്ത്രഗീതം എവിടുന്നാണ് വരണതെന്ന് ലൂക്ക പറയും. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 മഹത്വം മഹത്വം. കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ എനിക്ക് യോഗ്യത എവിടെയെന്ന് അപ്പോഴേ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എലിസബത്ത് പരിശുദ്ധ അമ്മ കർത്താവിൻ്റെ അമ്മയാണെന്ന് ഡിക്ലെയർ ചെയ്യാം, പ്രഖ്യാപിക്കും. ആ അഭിഷേകത്തിലാണ് സ്വസ്ത്രഗീതം വരുന്നത്. സ്വസ്ത്രഗീതത്തിലാണ് പറയണത്, ദൈവത്തിൻ്റെ കരുണയുടെ കാലം തുടങ്ങുകയാണ്. ദൈവം ആരോടാണ് ആദ്യം കരുണ കാണിക്കുന്നത്? അവിടുത്തെ ഭക്തരുടെ മേൽ. അപ്പോൾ നമ്മൾ മരിയ ഭക്തി എന്നല്ല നമ്മൾ പറയേണ്ടത്. മരിയ ഭക്തി എന്ന് മനസ്സിലായിച്ച് അത് ദൈവത്തോടുള്ള ഭക്തിയിലേക്കുള്ളൊരു മാർഗമാണത്. മരിയ ഭക്തി ഒന്നും ഉടമ്പടിയുടെ ലക്ഷ്യമല്ല, ഉടമ്പടി അതിനെ മാർഗമാക്കുകയാണ്. മരിയ ഭക്തി എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള ഭക്തി പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള മാധ്യമമായിട്ട് അമ്മയെ നമ്മൾ സ്വീകരിക്കുകയാണ്, അമ്മയുടെ ജീവിതകാലം മുഴുവനും. അപ്പോൾ ഉടമ്പടി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തോട് പരിശുദ്ധ അമ്മ വഴി ചെയ്യുന്ന ഉടമ്പടിയാണ്. അത് പരമാവധി അതിനോട് വിശ്വസ്തത കാണിക്കുന്നത് ശരിക്കും ദൈവത്തോട് നമ്മൾ ഭക്തി കാണിക്കുകയാണ്. ഇപ്പം ചിലർ ഇപ്പോൾ തത്സമയ ജപമാലയുടെ സമയത്ത് അവർ വിളിച്ച് ചോദിച്ചു, ഓൺലൈനിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ട് കുറച്ച് തെറ്റിപ്പോയല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോഴേ അതിനുള്ള മറുപടി ഇതാണ്, എൻ്റെ മക്കളൊരു മനസ്സാപ്രകടനം ചെയ്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യണം. വേറെ ഒരു കാര്യമൊന്നുമില്ല. കാര്യം നിങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നടപടിയാണത്. നിങ്ങളതിനോട് വിശ്വസ്തത കാണിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങളോടും വിശ്വസ്തത കാണിക്കും. ദൈവത്തിൻ്റെ കരുണ. അപ്പം നിങ്ങളിപ്പോൾ കഷ്ടപ്പെട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ കർത്താവ് നിങ്ങളുടെ കഷ്ടപ്പാട് കാണുന്നുണ്ടല്ലോ. ഇവിടെ ഇന്ന് വരെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ആൾക്കാരെല്ലാം പറഞ്ഞത് എന്താണ്? അവരുടെ യോഗ്യതയാൾക്കുപരി ദൈവത്തിൻ്റെ കരുണയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അത് നമ്മുടെ യോഗ്യതയെ അടിസ്ഥാനപ്പെടുത്തിയല്ല. ഇപ്പം കുഷ്ഠരോഗിയില്ലേ, കുഷ്ഠരോഗി വരുമ്പോഴേ അവനെ കാണുമ്പോഴേ കർത്താവിനുണ്ടാകുന്നൊരു ഭാവപ്പകർച്ച മർക്കോസ് പറയുന്നുണ്ട്. ഈ കരുണ എങ്ങനെയാണ് ഉണ്ടാകണതെന്ന്. ദൈവത്തിലുള്ള കരുണ നമ്മളിലേക്ക് വരാൻ എന്താണൊരു മാർഗം? ആ കുഷ്ഠരോഗിയുടെ ഒന്നെങ്കിൽ അവൻ്റെ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ ദൈവത്തിൻ്റെ മനസ്സലിയിക്കണതായിരുന്നു. ശരീരഭാഷയിലാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കണത്, അല്ലേ? പച്ചൻ മുട്ടയെന്ന് പ്രാർത്ഥിക്കും, കമഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കും, ഇല്ലേ? അപ്പം നിങ്ങളും അതുപോലെ മുട്ടയെന്ന് ഇറങ്ങി പ്രാർത്ഥിക്കും. ചില മുട്ടയിലേക്ക് നമുക്ക് മാതാവിൻ്റെ മുമ്പ് മുട്ട നിൽക്കുമ്പോൾ നമ്മുടെ മുട്ട ചോര പൊടിഞ്ഞിട്ടുണ്ട്. ഞാൻ തീർത്ഥാടനത്തിന് പോയപ്പോൾ പാൻസ് ഉരഞ്ഞ് മുട്ടൊരഞ്ഞ് ചോര വന്നിട്ട് കടലിൽ പോയി കഴുകിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചതല്ല, ഒരു സഹോദരൻ എനിക്ക് കാണിച്ചു തന്നതാണ്. അങ്ങനെ അവിടെ ഡിവോഷൻ നടത്തേണ്ടതെന്ന്. അപ്പം മറ്റുള്ളവർ കാണുമ്പോൾ ചിരിയൊക്കെ വരും, പക്ഷെ അതല്ല, അതൊരു ഭക്തിയാണ്. അത് നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ഒരു ആദരവാണ് നമ്മുടെ.
അപ്പം അത് കാണുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തെന്ന് ദൈവത്തിന് തോന്നും, ദൈവത്തെ. അപ്പം മനസ്സലിയും. അതാണ് കുഷ്ഠരോഗി ഇതുപോലെ എന്തോ പരിപാടി കാണിച്ചിട്ടുണ്ട്. കുഷ്ഠരോഗിയുടെ ശരീരഭാഷ ബൈബിൾ എഴുതിയിട്ടില്ല, പക്ഷേ ബൈബിൾ അതിൻ്റെ ഇഫക്റ്റ് പറയുന്നുണ്ട്. എന്താ പറയണത്? അവിടുന്ന് മനസ്സലിഞ്ഞു. അതായത് മർക്കോസിൻ്റെ സുവിശേഷം 1:41. അവിടുന്ന് മനസ്സലിഞ്ഞു, കൈനീട്ടി അവനെ സ്പർശിച്ചു. ആരെ? കുഷ്ഠരോഗിയെ. നടക്കുമ്പോൾ മണിയടിച്ച് നടക്കണ പാർട്ടിയാണ്. പൊതു നിയമമാണ് നടക്കുമ്പോൾ മണിയടിച്ച് നടക്കണമെന്ന്. ഇപ്പം നമ്മുടെ മാസ്കൊക്കെ വെച്ച് 2 മീറ്റർ അകലത്തിലല്ലേ നടക്കണത്. കർത്താവ് നിന്നെ കാണുമ്പോൾ മാസ്ക് വെക്കത്തില്ലെന്നല്ലേ ഇപ്പം പറയണത്, അടുത്ത് വരുമെന്നല്ലേ പറഞ്ഞത്. അതല്ല സാജു അമ്മയോട് ചോദിക്കണം, അമ്മ എന്താ മാസ്ക് വെക്കാത്തതെന്ന്. മാസ്ക് വെക്കാതെ നിൻ്റെ അടുത്തേക്ക് വരും. ആ ദൈവം അന്നും വെച്ചിട്ടില്ല മാസ്ക്, ഇന്നും വെച്ചിട്ടില്ല. അതാണ് മർക്കോസിൻ്റെ 1:41 പറയണത്. അവിടുന്ന് മനസ്സലിഞ്ഞു, അവനെ സ്പർശിച്ചു. സ്പർശിക്കാൻ പാടില്ലാത്തതാണ് നിയമപരമായിട്ട്. ദൈവം നിയമം നോക്കിയല്ല നിന്നോട് കരുണ കാണിക്കുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവിനും തിരുക്കുമാരനും അയോഗ്യയായ എന്നെ ഈ ആൾത്താരിയിൽ സാക്ഷ്യം പറയുവാൻ യോഗ്യയാക്കിയതിന് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് അൽന. ഞാൻ കാസർഗോഡ് ജില്ലയിലെ കള്ളാർ സെൻറ് തോമസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 30/4/2024 ഞാനും സാധാരണ എല്ലാവരെയും പോലെ സാധാരണ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അങ്ങനെ ഒരാളായിരുന്നു. എല്ലാം എപ്പോഴും ഇപ്പം പ്രാർത്ഥിച്ചില്ലെങ്കിലും എനിക്ക് എൻ്റെ മെറിറ്റ് കൊണ്ടെല്ലാം കിട്ടും എന്നുള്ളൊരു അഹങ്കാരമുള്ള ആളായിരുന്നു. അതായത് ഞാൻ അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാൽ എനിക്കെല്ലാം കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് വരുന്നൊരു നിമിഷമുണ്ട്. ആ സമയത്ത് നമ്മൾ ദൈവത്തെ അല്ലാതെ ഒരു മനുഷ്യരെയും തേടിപ്പോകത്തില്ല. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള തിരുവചനം എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ബോധ്യമായ നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നുപോയത്. എൻ്റെ +2 ശേഷം എനിക്ക് ഇന്ത്യയിൽ തന്നെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ആയിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് എൻ്റെ കസിൻ പറഞ്ഞിട്ട് ഞാൻ വിദേശത്തേക്ക് എന്നെ പഠിക്കാൻ എന്നുള്ള ഒരു ഓപ്ഷൻ വന്നു. പക്ഷെ എന്നാലും ഞാൻ ആഗ്രഹിക്കുന്ന കോഴ്സല്ല എന്നുള്ള എന്നാലും ഞാൻ മനസ്സോടെ ഞാനത് പഠിച്ചു. പക്ഷേ അതിൻ്റെ ഓരോ എക്സാമാണേലും പഠനത്തിൻ്റെ സമയത്താണേലും ഞാൻ നോക്കുമ്പം ഞാൻ പഠിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ല. അപ്പം എല്ലാവരും ഞാൻ ശേഷം വിദേശ പഠനത്തിൻ്റെ ലാംഗ്വേജ് പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പം അവിടെ എല്ലാവരും കൃപാസന പത്രം കൊടുക്കുകയും ഞാൻ ഒരിക്കൽ പോലും കൃപാസന പത്രത്തെ നിന്ദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആര് തന്നാലും ഞാൻ മേടിക്കും. പക്ഷെ ഒരിക്കലും ഞാൻ വായിച്ചു നോക്കത്തൊന്നുമില്ല. അവിടെ എല്ലാവരും പോകുന്നുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കാൻ പോകുന്നൊരു പള്ളി, അത്രമാത്രം ഞാനും വിശ്വസിച്ചിട്ടുള്ളായിരുന്നു. ശേഷം എനിക്കും ഇങ്ങനെ ഒന്ന് വരണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഉടമ്പടി എന്താ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതി. എൻ്റെ 2 പേപ്പർ ക്ലിയറായി. 2 പേപ്പർ ആ സമയത്ത് എൻ്റെ മെറിറ്റ് നഷ്ടപ്പെട്ടു. ഞാൻ എഴുതിയിട്ട് എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ ഞാൻ മൊത്തത്തിൽ ഡൗണായി. കൂടാതെ വീട്ടിൽ ഫിനാൻഷ്യലി ഒരു ഇച്ചിരി ഇതായി വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടി കഴിഞ്ഞപ്പോൾ എന്നാ ചെയ്യുമെന്നുള്ള ഇതിൽ. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഞാനിവിടെ വന്നതല്ല.
30/4/2024 ഞാനിവിടെ ജസ്റ്റ് വന്നത്. പക്ഷേ എന്നെ മാതാവ് ഇവിടുന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടാണ് തിരിച്ചു വിട്ടത്. ഞാൻ ഉടമ്പടിയിലെ കാര്യങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്തു. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു കാരുണ്യപ്രവൃത്തി ചെയ്യുക എന്നുള്ളത്. കാരണം എനിക്ക് എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നും ഇല്ലെങ്കിലും ഞാൻ എല്ലാ സ്ഥലത്തും പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കാരുണ്യപ്രവൃത്തി ചെയ്യാൻ. അങ്ങനെ ഉടമ്പടിയിൽ പോയി ഞാൻ നോക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അനുഗ്രഹങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പം ഞാനറിയാതെ എൻ്റെ തമ്പുരാൻ എനിക്ക് ഒത്തിരി അനുഗ്രഹം തരുന്നുണ്ടായിരുന്നു. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ എനിക്ക് ബാംഗ്ലൂർ ഡേറ്റ് കിട്ടി. ബാക്കി 2 പേപ്പർ എഴുതാൻ വേണ്ടി പോയപ്പം ഞാൻ എളുപ്പമാണെന്ന് വിചാരിച്ച വിഷയവും മറ്റേ വിഷയം തമ്മിൽ ലിസണിങ് എന്ന വിഷയം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ചെവി അടഞ്ഞിട്ട് ഞാൻ ഒന്നും കേട്ടുമില്ല. ഞാൻ പ്രത്യേകിച്ച് എന്തൊക്കെയോ എഴുതിയിട്ടാണ് പോകുന്നത്. പക്ഷേ റൈറ്റിംഗ് എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ബ്രദറിനോട് പറയുകയും ചെയ്തു, ഞാൻ എന്തായാലും റൈറ്റിംഗ് കിട്ടും, ലിസണിങ് എനിക്ക് കിട്ടുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പം ലിസണിങ് എനിക്ക് കിട്ടി, റൈറ്റിംഗ് എനിക്ക് കിട്ടിയില്ല. അതും രണ്ടും ഞാൻ പാസ്സായി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അഹങ്കാരിയാവുമെന്ന് മാതാവിനറിയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നവംബറിൽ ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചിട്ട് പോയി ചെന്നൈയിൽ എക്സാം എഴുതാൻ പോയി. അന്ന് അച്ഛൻ നീ എക്സാം പാസ്സാവുമെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഈ അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ എന്നാവാ. അപ്പം ഞാൻ പാസ്സാവുമെന്നൊന്നും വിചാരിച്ച് പോയി എഴുതിയില്ല. പക്ഷേ എക്സാം എനിക്ക് എളുപ്പമായിരുന്നു. ഞാൻ റിസൾട്ട് വന്നപ്പോൾ ഫെയിലായി. അങ്ങനെ ഡിസംബർ 8-ാം തീയതി മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിൻ്റെ അന്ന് എനിക്ക് തൃശ്ശിയിൽ സ്ലോട്ട് എടുത്ത് തരാമെന്ന് ഫ്രണ്ട് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് സ്ലോട്ട് കിട്ടില്ല, അത് തീർന്നു പോയി, ഇല്ലയെന്ന് പറഞ്ഞു. എനിക്ക് ഫണ്ടൊക്കെ റീഫണ്ട് ചെയ്തു തന്നു. അങ്ങനെ ഞാൻ ആകെ വിഷമിച്ച് ഭയങ്കര ആ ഒരു സമയത്തൊക്കെ ഞാൻ നന്നായിട്ട് ജപമാല ചൊല്ലുമായിരുന്നു. ഞാൻ മുറ്റത്ത് മുട്ടുകുത്തി നിന്ന് ഒത്തിരി നേരം ജപമാലയൊക്കെ ചൊല്ലുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായി ഞാൻ കൂടുതൽ മാതാവിനോട് അടുത്തു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം എനിക്ക് ആശ്വാസം കിട്ടുന്ന നിമിഷങ്ങൾ മാത്രമായി. ശേഷം എനിക്ക് ആ പോയ സ്ലോട്ട് എനിക്കായിട്ട് മാതാവ്, അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അത് പരിശുദ്ധ അമ്മ തിരിച്ചു കൊണ്ട് തന്നായിരുന്നു. ജനുവരി 5 ഞാൻ ആ എക്സാം എഴുതി. ശേഷം എനിക്ക് അങ്ങോട്ടുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ ജസ്റ്റ് എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതല്ലേ, അങ്ങനെ ഞാനും ഡേറ്റ് ഇട്ട് ജനുവരി 15 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ജനുവരി 13-ാം തീയതി എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുകയും 14 ഞാൻ ഇൻ്റർവ്യൂ പാസ്സാവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി. ശേഷം ഞാൻ എന്തായാലും ഇതിന് ഡേറ്റ് ഇട്ടല്ല, അപ്പോൾ എക്സാം റിസൾട്ടിനും കൂടെ ജനുവരി 20 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജനുവരി 20 ഡേറ്റ് ഇട്ട് ജനുവരി 20 എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അന്ന് രാത്രി അതിൻ്റെ റിസൾട്ട് വന്ന് ഞാൻ എക്സാം പാസ്സാവുകയും എല്ലാ പേപ്പറും ക്ലിയർ ചെയ്യുകയും ചെയ്തു. ശേഷം ഞാൻ ഇവിടെ വന്ന മാർച്ച് 11 എൻ്റെ ഉടമ്പടി പുതുക്കിയിട്ട് പോയി. കറക്റ്റ് ഒരു മാസമായി എന്ന് അവിടുന്ന് എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ വന്നു രാത്രി 10:45 അതൊക്കെ ഏകദേശം എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന ചൊവ്വാഴ്ച ദിവസത്തെ സഫച്ചൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ സമയത്താണ്. ഉടമ്പടി ധ്യാനം കഴിയുന്ന അന്ന് ഇപ്പം എന്തായിക്കോട്ടെ ചെറുതൊട്ട് വലിയ അനുഗ്രഹങ്ങൾ വരെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മെയ് 27 വീണ്ടും ഞാനിവിടെ ഒന്ന് പുതുക്കിയിട്ട് പോയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് VFSനൊരു സ്ലോട്ട് കിട്ടണം. ഞാൻ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയ ടൈമിൽ എനിക്ക് ജൂൺ 27 എനിക്ക് VFSന് സ്ലോട്ട് കിട്ടി. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നമ്പർ എന്ന് പറയുന്നത് നമ്പർ 5 ആയിരുന്നു. പക്ഷേ എനിക്ക് മാതാവ് വെളിപ്പെടുത്തി തന്നതാണ്, ഇനി മുതൽ നിൻ്റെ ബാക്കിയുള്ള നമ്പർ 7 ആണെന്നുള്ള രീതിയിൽ. എൻ്റെ എല്ലാ തീയതികളിലും ഒരു 7 ഉണ്ടാവും. അങ്ങനെ ഞാൻ ജൂൺ 27 വിസയ്ക്ക് വെച്ച് ജൂലൈ 7 എനിക്കെൻ്റെ വിസ ഡിസ്പാച്ചായി. അതും 7. ജൂലൈ 9 വിസയ്ക്ക് വെച്ച് 9-ാം ദിവസം എന്നെ അധികം ടെൻഷൻ അടിപ്പിക്കാതെ എനിക്ക് എൻ്റെ വിസ തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ഈ സെപ്റ്റംബർ 1-ാം തീയതി ഞാൻ ഉപരിപഠനത്തിനായി ജർമ്മനിക്ക് പോവുകയാണ്.
എനിക്ക് ഉറപ്പാണ് ഞാൻ വലിയ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സിനായിട്ടല്ല പോകുന്നത്. പക്ഷേ ഞാൻ ദൈവവചനം നല്ലോണം വായിക്കുന്ന ഒരാളാണ്. പക്ഷേ അതിൻ്റെ അകത്തൊക്കെ എൻ്റെ അമ്മ മാതാവ് എന്നോട് പറയുന്നുണ്ട്, നീ ആഗ്രഹിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. അമ്മ മാതാവിൻ്റെ ആ ഒരു ഉറപ്പിൽ മാത്രമാണ്, എനിക്കൊരു മെറിറ്റും ഇല്ല, ഇനി എൻ്റെ ഒരു മെറിറ്റിൽ എനിക്കൊന്നും കിട്ടുകയും വേണ്ട, മാതാവിൻ്റെ കൃപയിൽ മാത്രമാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത്. മാതാവും തിരുകുമാരനും വിചാരിച്ച നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളെ നമുക്ക് മറികടക്കാൻ പറ്റുമെന്നുള്ള ഉറ്റ വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് PCOD ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പീരിയഡ്സ് ഒന്നും റെഗുലർ അല്ലായിരുന്നു. അങ്ങനെ ഞാൻ മരുന്നൊക്കെ കഴിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് വലിയ കാര്യമായിട്ട് മാറ്റമൊന്നും തോന്നിയില്ല. പക്ഷേ ഞാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉപ്പിട്ട് വെള്ളം കുടിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇപ്പം 2-3 മാസമായിട്ട് കറക്റ്റായിട്ട് എല്ലാം ആകുന്നുണ്ട്. ഞാൻ അതിനുശേഷം സ്കാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഉറപ്പാണ് എൻ്റെ മാതാവ് അത് എടുത്തു മാറ്റിയെന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരു ചിട്ടിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെയായിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ലായിരുന്നു. പക്ഷേ അതും എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി ക്രമീകരിച്ച് വെച്ചതാണെന്ന് എനിക്കിപ്പം മനസ്സിലായി. ഈ കഴിഞ്ഞ ഇതിൽ അതും ഞങ്ങൾക്ക് ലഭിച്ചു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ മാറ്റം ഉണ്ടായെന്ന് വെച്ചാൽ, ഞാൻ ഒത്തിരി ജപമാല ചൊല്ലുകയും എനിക്ക് വേണ്ടിയിലുപരി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ 2 വട്ടം സമ്പൂർണ്ണ ബൈബിള് പൂർണ്ണമായി വായിച്ചു കഴിയുകയും 3-ാമത്തെ വട്ടം ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ ആണെങ്കിലും പരിശുദ്ധ അമ്മേനെ പറ്റി ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ ധ്യാനമൊക്കെ ഷെയർ ചെയ്യുകയും അതൊക്കെ കാണുമ്പോൾ എൻ്റെ കൂട്ടുകാർ പറയും, ഇതൊക്കെ ചെയ്തിട്ട് നിനക്ക് എന്നാ കിട്ടാനാ. പക്ഷേ ഞാൻ അപ്പോൾ അവരോട് തർക്കിക്കും മാതാവിന് വേണ്ടി. ഞാനിപ്പം ഇത്രയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാം എൻ്റെ പരിശുദ്ധ അമ്മ, നിങ്ങൾ ഒരിക്കലെങ്കിലും അവിടെ പോകണം, കൃപാസനത്തിൽ പോകണം. അവിടെ പോയാൽ ഒറ്റയടിക്ക് അനുഗ്രഹം കിട്ടുമെന്നല്ല, നമ്മൾ ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മ നമ്മളെ ഈ പുണ്യഭൂമിയിലൊന്ന് നമ്മളൊന്ന് കാല് ചവിട്ടിയാൽ തന്നെ പരിശുദ്ധ അമ്മ നമ്മളെ അനുഗ്രഹിച്ചതെന്ന് തന്നെ ആണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെയുള്ള അനാഥ മന്ദിരത്തിൽ പോയി അവിടുത്തെ അമ്മമാരോടുകൂടി അവരെ ശുശ്രൂഷ ചെയ്യുകയും ഞാൻ വലിയ കാര്യമായിട്ട് അവർക്കൊന്നും മേടിച്ചൊന്നും കൊടുത്തില്ലെങ്കിലും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും എല്ലാം ചെയ്യും. അവിടുത്തെ ഓരോ അമ്മമാരെ ഞാൻ പരിശുദ്ധ അമ്മയായിട്ടാണ് കാണുന്നത്. അവിടെ പോയിട്ട് വരുന്ന ദിവസവും എൻ്റെ ജീവിതത്തിൽ ഓരോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പിന്നെ ഞാൻ എൻ്റെ കൊച്ചുനാൾ മുതൽ 4-ാം ക്ലാസ് എൻ്റെ ആദ്യ കുർബാന കഴിഞ്ഞ തൊട്ട് ഈ നിമിഷം വരെ ഞാൻ എൻ്റെ പരിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. അപ്പോൾ ആ പരിശുദ്ധ കുർബാനയുടെ പുണ്യം എന്നാന്ന് എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ എന്തായാലും മനസ്സിലാവുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ തമ്പുരാനെ പോയി പാടിപ്പുകഴ്ത്താറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം എനിക്ക് ആദ്യം കൊടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. പിന്നീട് ഞാനിപ്പോൾ പൊതുസ്ഥലങ്ങളിലും കൂടുതലും ഹൈന്ദവരായിട്ടുള്ളവർക്കും എല്ലാം കൊടുക്കുകയും അവരോടൊക്കെ മാതാവിനെ പറ്റി പറയും, നിങ്ങളിവിടെ ഒരിക്കലെങ്കിലും വരണമെന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്യും. പിന്നെ ഈ ആൾക്കാർ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്നുള്ള ഇത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും എല്ലാം എൻ്റെ പരിശുദ്ധ അമ്മയുടെയും തിരുകുമാരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇത്രയൊക്കെ ചെയ്തു തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഇത് മാത്രമല്ല, ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. അതെല്ലാം ഇവിടെ പറയാൻ സമയമില്ല. ഇതുവരെ ചെയ്തു തന്ന മുന്നോട്ട് ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മേനെ കൂട്ടുപിടിച്ചുകൊണ്ട് മാത്രമാണ് പോകുന്നത്. എനിക്ക് വേറെ സുഹൃത്തുക്കൾ, ഇത്ര അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയാനായിട്ട് വേറെ ആരുമില്ല. എൻ്റെ പരിശുദ്ധ അമ്മയും തിരുകുമാരനും മാത്രമാണ്. ഒരിക്കൽ കൂടി കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശു സ്തുതി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ആര്യ ഡേവിസ്. ഞാൻ വരുന്നത് ഇരിഞ്ഞാലക്കുട രൂപതയിലെ കല്ലൂർ ഇടവകയിൽ നിന്നാണ്. 2024 നവംബർ 25-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം 2024 മാർച്ചിൽ മുതൽ ഞാൻ ജർമ്മൻ ഭാഷ പഠിച്ചു തുടങ്ങി. 10 മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ് ജർമ്മൻ ലാംഗ്വേജിൻ്റേത്. അതിൽ A1, A2, B1, B2 എന്നീ 4 സെക്ഷനാണ് വരുന്നത്.
അതിൽ 4-ാം മാസം B1 സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വണ്ടി അപകടം ഉണ്ടാവുകയും തുടർന്ന് എൻ്റെ വലത് കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് എനിക്ക് പിന്നെ ക്ലാസ്സിൽ പോകാനോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനോ ഒന്നിനും എനിക്ക് കഴിയാതെ വന്നു. തുടർന്ന് B1 ഒരു മാസം പിന്നെ B2 ഒന്നും തന്നെ എനിക്ക് പഠിക്കുവാനോ ക്ലാസ്സിൽ ചെന്ന് നോട്ട്സ് എഴുതാനോ പറയുന്നത് മനസ്സിലാക്കാനോ, ജർമ്മൻ ഭാഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതിയും വായിച്ചും കേട്ടും എല്ലാം ചെയ്ത് വേണം പഠിക്കാനായിട്ട്. പക്ഷെ എനിക്ക് അതിനൊന്നും സാധിച്ചില്ല. B2 ക്ലാസ്സിൽ എല്ലാ ദിവസവും പോവാനോ ഒന്നും എനിക്ക് സാധിച്ചില്ല. പക്ഷേ എൻ്റെ കൂട്ടുകാരികളെല്ലാവരും പരീക്ഷ എഴുതണു, B2 കഴിഞ്ഞു, B2ൻ്റെ B2+ എല്ലാം കഴിഞ്ഞ് അവർ പരീക്ഷ എഴുതാൻ പോയപ്പോഴും എനിക്ക് ഒത്തിരി വിഷമമായിരുന്നു. എങ്കിലും ഞാനും പോയിട്ട് B1 ഒരു മാസം ബേസിക് മാത്രം വെച്ച് ഞാൻ B2ൻ്റെ എക്സാമിനുള്ള ഡേറ്റ് എടുക്കുകയും തുടർന്ന് ഡിസംബറിൽ ഞാൻ പരീക്ഷ എഴുതി. ജനുവരി ഒരു പകുതിയായപ്പോൾ എനിക്ക് അതിൻ്റെ റിസൾട്ട് വന്നു. അതിൽ 4 മൊഡ്യൂളും ഒറ്റ ഇതിൽ തന്നെ പാസ്സായത് ഞാൻ മാത്രമാണ്. എൻ്റെ കൂട്ടുകാരികളോ ആരും തന്നെ 4 മൊഡ്യൂളും ഒരുമിച്ച് പാസ്സായില്ല. അതിൽ ഞാൻ മാത്രമാണ് ഒറ്റ ഇതിൽ തന്നെ പരീക്ഷ പാസ്സാവുകയും തുടർന്ന് ഇൻ്റർവ്യൂകൾ അതുകളെല്ലാം അറ്റൻഡ് ചെയ്യണം. എനിക്കാണെങ്കിൽ ജർമ്മൻ ഭാഷ മര്യാദയ്ക്ക് കൃത്യമായിട്ട് പറയാൻ പോലും അതിൻ്റെ ഗ്രാമർ തെറ്റുകൂടാതെ എനിക്ക് സംസാരിക്കാനോ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനോ ഒന്നും എനിക്ക് അറിയില്ല. എങ്കിലും ഉടമ്പടി എടുത്തതിനെ തുടർന്ന് ഞാൻ പരീക്ഷ ഹാളിൽ കയറി പ്രാർത്ഥിക്കുകയും വെഞ്ചരിച്ച് ഉപ്പും ഉടമ്പടി തൈലവും നെറ്റി കുരിശ് വരച്ച് ഉടമ്പടി കാശുരൂപവും എല്ലാം കയ്യിൽ പിടിച്ചാണ് ഞാൻ പരീക്ഷയ്ക്ക് ചെന്നിരുന്നത്. പരീക്ഷയ്ക്ക് മാതാവ് എൻ്റെ കൂടെയുണ്ട്, മാതാവ് എൻ്റെ കൂടെ വരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പരീക്ഷയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി അവർ ചോദിക്കുന്നതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതേപോലെ തന്നെ ഉത്തരങ്ങൾ പറയാനും മാതാവിൻ്റെ കൃപയാൽ എനിക്ക് സാധിച്ചു. അതിന് മാതാവിന് ഒത്തിരി നന്ദി. അതുപോലെ തന്നെ ഓരോ ഇൻ്റർവ്യൂകളും വരുമ്പോൾ എനിക്ക് ഭാഷ മര്യാദയ്ക്ക് എക്സാം പാസ്സാക്കി തന്നത് മാതാവ്. പക്ഷേ ഇനി ഇൻ്റർവ്യൂ പാസ്സാവുകയാണെങ്കിലും എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് പാസ്സാവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അപ്പോഴും മാതാവിൻ്റെ കരം പിടിച്ച് തന്നെ ഓരോ ഇൻ്റർവ്യൂകളും വരുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഏറ്റവും അവസാനം എന്തെങ്കിലും ഒരു കോഴ്സ്, ഏതെങ്കിലും നഴ്സിംഗ് കിട്ടിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു കോഴ്സിന് എനിക്ക് ജർമ്മനിലേക്ക് എത്തിച്ചേരണം എന്നായിരുന്നു പ്രാർത്ഥന. അതേപോലെ അങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് നഴ്സിങ്ങിൻ്റെ അസിസ്റ്റൻ്റ് എന്നുള്ളൊരു രീതി, അതൊരു വർഷത്തെയാണ്. ഒരു ഒറിജിനൽ നഴ്സല്ല എങ്കിലും ഏതെങ്കിലും ഒരു നഴ്സ്, കാരണം എനിക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഇൻ്റർവ്യൂ വന്നു, പാസ്സായി. ഒപ്പം ഞാൻ വേറൊരു ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്തു, നഴ്സിങ്ങിൻ്റെ ഉള്ളത്. വരുന്ന ഇൻ്റർവ്യൂ എല്ലാം എൻ്റെ മമ്മി പറഞ്ഞിട്ട് ഞാൻ ഇൻ്റർവ്യൂകളെല്ലാം അറ്റൻഡ് ചെയ്ത് ഞാൻ ആ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് എനിക്ക് പ്രതീക്ഷയില്ല, കാരണം കിട്ടൂല. അപ്പോൾ ഈ ഒരു വർഷത്തെ എങ്ങനെയെങ്കിലും ഒന്ന് പോവാമെന്ന് വെച്ചിട്ട് ഞാൻ അതിനു വേണ്ടി അറ്റൻഡ് ചെയ്ത് ആ ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരുന്നു, റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നു. പക്ഷേ ആ ഒരു വർഷത്തെ ഇൻ്റർവ്യൂ എൻ്റെ ക്യാൻസലായി പോവുകയും 3 വർഷത്തെ ഒറിജിനൽ നഴ്സായിട്ടുള്ള ഇൻ്റർവ്യൂ ഞാൻ പാസ്സാവുകയും ചെയ്തു. അതിനും മാതാവിൻ്റെ കാശുരൂപവും വിശ്വാസ പ്രമാണവും അമ്മേനെ കൂട്ടുപിടിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂവിന് ഞാൻ അറ്റൻഡ് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇൻ്റർവ്യൂ പാസ്സാവുകയും തുടർന്ന് VFS അതും എനിക്ക് യോഗ്യതയില്ല, കാരണം ഞാൻ ഡിഗ്രി കഴിഞ്ഞതാണ്. ഡിഗ്രി കഴിഞ്ഞവർക്കല്ല ജർമ്മനിയിൽ നഴ്സിങ്ങിനുള്ളത്. അത് +2 സയൻസ് ഗ്രൂപ്പ് എടുത്തവർക്കാണ് മെയിനായിട്ട് നഴ്സിങ്ങിനുള്ളത് നോക്കുന്നത്. എങ്കിലും ഞാൻ ഡിഗ്രി കൊമേഴ്സ് എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം വെച്ച് എനിക്ക് VFSന് പോവുകയും എനിക്ക് VFSൽ എൻ്റെ വിസ അടിച്ചു തരികയും ചെയ്തു. അമ്മയ്ക്ക് 1000 നന്ദി. അതുപോലെ തന്നെ എൻ്റെ ഡാഡിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ഡാഡി വർഷങ്ങളായിട്ട് ലോട്ടറി എടുക്കുകയും അതേപോലെ തന്നെ 1.5 വർഷമായിട്ട് ലോട്ടറി കടകൾ, ഓരോ മാസവും ലോട്ടറി കടകൾ ഓരോ കട വെച്ച് തുടങ്ങി കിട്ടുന്ന പൈസ മൊത്തം അതിൽ ചിലവാക്കി വീട്ടിൽ ദാരിദ്ര്യവും കടബാധ്യതയും നിറഞ്ഞ ഭയങ്കര വിഷമത്തിൽ ആയിരിക്കുന്ന അവസ്ഥയാണ്. ആര് പറഞ്ഞാലും എന്തു പറഞ്ഞാലും ഡാഡി അത് ആരും പറഞ്ഞത് കേൾക്കുകയില്ലായിരുന്നു.
ഡാഡിക്ക് ഒന്നിലും വിശ്വാസമില്ല. ആര് പറഞ്ഞാലും കേൾക്കാണ്ട് ഇതിപ്പോൾ കയ്യിലത്തെ പൈസ തീർന്നു കഴിഞ്ഞാൽ ഈ ലോട്ടറി കടയിൽ ലോട്ടറി നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാരുടെ അടുത്ത് പോയി കടം ചോദിച്ച് പൈസ വാങ്ങിച്ച് ലോട്ടറികൾ കടയിൽ വയ്ക്കുമായിരുന്നു. കടുത്ത ദാരിദ്ര്യത്തിലും അമ്മേനെ മുറുകെ പിടിച്ച് ഞാൻ ഡാഡി അറിയാണ്ട് ഡാഡിയുടെ ഭക്ഷണത്തിലും അതേപോലെ തന്നെ ഡാഡി കുടിക്കുന്ന വെള്ളത്തിലുമെല്ലാം പാലിലുമെല്ലാം ഉടമ്പടി തൈലവും അതേപോലെ തന്നെ കൃപാസനത്തിലെ ഉപ്പും തേനും എല്ലാം ഇട്ട് ഡാഡിക്ക് എല്ലാ ദിവസവും കൊടുക്കുമായിരുന്നു. ഡാഡി അറിഞ്ഞു കഴിഞ്ഞാൽ ഡാഡി അത് സമ്മതിക്കില്ല, ഇതൊക്കെ ഓരോ അന്ധവിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ ഡാഡി അറിയാണ്ട് ഡാഡിയുടെ ആഹാരത്തിലും അതേപോലെ തന്നെ ഭക്ഷണപാനീയങ്ങളിലെല്ലാം ഇത് നിറച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ പുതുക്കലിന് ശേഷം ഞാൻ ഡാഡിനോട് പറച്ചിൽ നിർത്തി. കാരണം ലോട്ടറി കടങ്ങൾ വന്ന് കയറാണ്, എന്നാലും ഡാഡി ലോട്ടറികൾ നിറയ്ക്കണതിലൊന്നും പിന്മാറിയില്ല. പക്ഷേ ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം ഡാഡി പറയാണ്, ഈ എല്ലാ ലോട്ടറി കടകളും ഞാൻ ഇന്ന് തന്നെ നിർത്താണ്, ഇനി ലോട്ടറി കടകളൊന്നും എടുക്കില്ല, ലോട്ടറി എടുക്കാണ്ട് തന്നെ ഞാൻ പഴയ പോലെ ബിസിനസ്സിൽ തുടങ്ങാൻ പോവാമെന്ന് പറഞ്ഞു. അത് മാതാവിന് 1000 നന്ദി. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ എല്ലാ മാസവും കൃപാസനത്തിൽ വന്ന് കൃപാസന പത്രം വാങ്ങിച്ച് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൊടുക്കും. അതേപോലെ തന്നെ ആശുപത്രിയിലും ഓൾഡ് ഏജ് ഹോമിലും വഴിയോരങ്ങളിലും എല്ലാം ചെന്ന് ഞാൻ കൃപാസന പത്രം കൊടുക്കുമായിരുന്നു. അതേപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും വചനം വെളുപ്പിന് 5 മണി 5:30 ആ സമയത്തിനുള്ളിൽ എല്ലാവർക്കും, എൻ്റെ കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കും ഞാൻ വചനം എഴുതി അയക്കുമായിരുന്നു. അത് സ്റ്റാറ്റസ് ഇട്ട് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് ഇതിപ്പോൾ എല്ലാ ദിവസവും അവർക്ക് ആ വചനം, ഞാനൊരു 5 മിനിറ്റ് വൈകിയാൽ അവരെന്നോട് ചോദിക്കും, വചനം എന്ത് ചെയ്യും, വചനം ഒന്നും അയച്ചിട്ടില്ലല്ലോ എന്ന്. ഞാൻ വചനങ്ങൾ അയച്ച് അവരും അത് സ്റ്റാറ്റസ് ഇട്ട് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ആശുപത്രിയിലും ഓൾഡ് ഏജ് ഹോംസിലും എല്ലാം എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും ചെന്ന് അവരോട് സംസാരിക്കുകയും അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥന ചൊല്ലുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ പാസ്പോർട്ടും അതേപോലെ തന്നെ ഓഫർ ലെറ്റർ, പരീക്ഷ എഴുതാൻ പോണതിൻ്റെ തുടങ്ങിയുള്ള എല്ലാ ഡോക്യുമെൻസും ഞാൻ എൻ്റെ ഉടമ്പടി പത്രത്തിൻ്റെ ഒപ്പം വെച്ചാണ് ഞാൻ എല്ലാ ദിവസവും 5:30 ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കാറുള്ളത്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോഴും എൻ്റെ പാസ്പോർട്ട് ഈ ഉടമ്പടി പത്രികയിൽ തന്നെയുണ്ട്. അത് എല്ലാ ദിവസവും ഞാൻ അത് വെച്ച് ഞാൻ ഈശോയോടും പരിശുദ്ധ അമ്മയ്ക്കും കാഴ്ച വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു.